ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ ഇൻഡെക്സൊക്കെ പ്ലസ് ആയിട്ട് ഓപ്പൺ ആവും, ഗ്യാപ്പ് അപ്പ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ റീറ്റെയിൽ ട്രേഡേഴ്സും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നിഫ്റ്റി ഒരു 80 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗണ്, ബാങ്ക് നിഫ്റ്റി അതേപോലെ ഒരു 500 പോയിൻറ്റ്സ്, ക്ലോസ് ടു 500 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗണ്. അപ്പോൾ മാർക്കറ്റ് എല്ലാം ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആയേക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അതായത് FISും DISും എല്ലാം ഷോർട്ട് പൊസിഷൻസാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പൊസിഷൻസ് അവർ ഇന്നലെ അതിനു വേണ്ടൊന്നും ലിക്വിഡേറ്റ് ചെയ്തിട്ടില്ല. കാരണം 82% അവരുടെ ഷോർട്ട് പൊസിഷൻസാണ്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതൊരു 72%ഓളം ഷോർട്ട് പൊസിഷൻസ് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ ഇന്നലത്തെ ലോസ് അവർ ഇന്നലത്തെ പോർട്ട്ഫോളിയോ ലോസ് അവർ ഇന്ന് നികത്തും. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പം നമ്മുടെ മാർക്കറ്റെന്ന് പറഞ്ഞാൽ ഹൈലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. പൈസ ഉള്ളവന് എന്തുവാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ്. ബിക്കോസ് നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിങ് അനുസരിച്ചാണല്ലോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നിനെയും ആശ്രയിച്ചല്ല. കാരണം റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് റീറ്റെയിലേഴ്സ് ഒരിക്കലും എല്ലാവരും ഒന്നിച്ച് ചിന്തിക്കത്തില്ല. അതാണ് പ്രശ്നം. പക്ഷേ FIയെ സംബന്ധിച്ച് ഒരാൾ 10,000 കോടി ഇടണമെന്ന് വെച്ചാൽ അവന് 10,000 crore എടുക്കാൻ അവർ ഡിസിഷൻ എടുത്താൽ മതി. റീറ്റെയിലേഴ്സ് 10,000 കോടി വേണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ തീരുമാനം എടുക്കണം. അത് പോസിബിളല്ല. അപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഭയങ്കര വലിയൊരു ക്യാൻഡിലാണ് വന്നേക്കുന്നത്. പക്ഷേ മാർക്കറ്റ്, എൻ്റെ ഒരു കണക്കൂട്ടലിൽ മാർക്കറ്റ് അപ്വേർഡ് ട്രെൻഡ് കാണിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഇത്രയും വലിയൊരു ഡൗൺഫോള് വന്നതിന് ശേഷം അപ്വേർഡ് പെട്ടെന്ന് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് വെരി ഡിഫിക്കൽട്ട്. അപ്പം മാർക്കറ്റ് ഹൈലി വോൾട്ടൈലായിരിക്കും. രണ്ട് കാര്യം സംഭവിക്കും ഇവിടെ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡൗൺവേർഡ് ഗ്യാപ്പ് ഡൗണും ഡൗൺവേർഡ് മൂവ്, ഫസ്റ്റ് ക്യാൻഡിൽ ഡൗൺവേർഡ് മൂവ് ആയതുകൊണ്ട് ഇന്നലെ അതായത് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഇപ്പം അവർ ലോസ് ബുക്ക് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് ഓടും. ഇന്ന് ഒരു കണ്ടവഴി ഓടുമെന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ടവഴി ഓടും. പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇന്നലെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഇന്ന് കണ്ടവഴി ഓടും. അപ്പോൾ അതിൻ്റെ അതും ഒരു ഡൗൺവേർഡ് മൂവ് കൂടുതലായിട്ട് ട്രിഗർ ചെയ്യും. നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടെ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റും ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻറ്റും രണ്ട് രീതിയിലാണ്. ശ്രദ്ധിച്ചോ, ഇൻഡെക്സ് ആണെങ്കിൽ ഭയങ്കര ഫോളാണ്, പക്ഷേ ഫ്യൂച്ചർ ഭയങ്കര ഫോളാണെങ്കിലും ഓൾമോസ്റ്റ് ഇപ്പോൾ ഗ്രീനിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്യൂച്ചറും കൂടെയും ഇങ്ങനെയുള്ള സമയത്ത് നമ്മളൊന്ന് നോട്ട് ചെയ്യുന്നതല്ലേ. പ്രത്യേകിച്ച് നമ്മൾ സ്കാൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലും കൂടെ ഒരു ശ്രദ്ധ വേണം നമുക്ക്. നമ്മളതേപോലെ നമുക്ക് നോക്കാം. അതായത് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഒരു താഴത്ത് കിട്ടുകയാണെങ്കിൽ, ഗ്യാപ്പ് അപ്പിൽ താഴത്തോട്ട് കിട്ടുകയാണെങ്കിൽ ഒരു പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു കണക്കൂട്ടിലാണ് ഞാനിരുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നൊരു കാര്യം വെച്ചാൽ, നമുക്ക് നോക്കാം ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഞാൻ 1 മിനിറ്റ് ക്യാൻഡിലാക്കി നോക്കി. 1 മിനിറ്റ് ക്യാൻഡിലാക്കി ഒരു അപ്വേർഡ് മൂവ് ഉണ്ട്. അതായത് ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിലിൻ്റെ താഴേന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡൗൺവേർഡ് പൊസിഷൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഡൗൺവേർഡ് പൊസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ SL വരിക. ഭയങ്കര SL കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പം നമ്മൾ ട്രേഡ് ചെയ്താലുള്ള പ്രശ്നം. ട്രേഡ് ചെയ്യാൻ പറ്റാണ്ടല്ല, ട്രേഡ് ചെയ്യാനുള്ള പ്രശ്നം വെച്ചാൽ നമ്മുടെ SL ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ അതേപോലെ നമുക്ക് പോയിൻറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും വേണം. നമ്മൾ സ്കാൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിട്ടൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളൊരിക്കലും ഭയങ്കര പോയിൻറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരല്ല നമ്മൾ. അതേസമയം 1:2 ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരും എപ്പോഴും എപ്പോഴും ചെറിയ SL വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. നമുക്കൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്യാൻഡലിൻ്റെ എൻഡ് എന്ന് പറയുന്നത്, ഓപ്പണിങ്ങും ക്ലോസിങ് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ക്യാൻഡിൽ വിക്കിൻ്റെ മുകൾ വശവും വിക്കിൻ്റെ താഴ്വശവും, അല്ലെങ്കിൽ ക്യാൻഡലിൻ്റെ ഹയർ പോയിൻറ്റും ലോവർ പോയിൻറ്റും, അത് നമുക്ക് ഡേ ഹൈയും ഡേ ലോ ആയിട്ട് നമുക്ക് എടുക്കാം. ഈ ക്യാൻഡിൽ അതിൻ്റെ താഴത്ത് ക്ലോസ് ആയിട്ടില്ല. ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തോട്ട് ക്ലോസ് ആയിട്ടില്ല ഇതുവരെ. ആ ഫസ്റ്റ് ക്യാൻഡിൽ കറക്റ്റ് താഴത്ത് വന്ന് നിൽക്കുകയാണ്. നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഒരു പൊസിഷൻ എടുത്ത് സ്കാൽപ്പ് ചെയ്യാം. 23,100 ആണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ചിലപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഒരു ഗ്രീൻ ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് നമുക്കൊരു പൊസിഷൻ എൻട്രി ചെയ്യാം. ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്.
ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇല്ല, താഴത്തോട്ട് വരുന്നൊരു സൈൻ, ചെറിയൊരു സൈൻ കാണിച്ചാൽ അപ്പം നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഞാൻ അതിൽ പാർഷ്യൽ ക്വാണ്ടിറ്റീസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അധികം ക്വാണ്ടിറ്റീസ് എടുത്തിട്ടില്ല, സ്റ്റിൽ ഞാൻ പാർഷ്യൽ ക്വാണ്ടിറ്റീസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്യാനിൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിക്കവർ ആവും. ഇല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് പോകും. ഇനി എന്തെങ്കിലും സംഭവിച്ചാലും നമ്മളിനി കോസ്റ്റിൽ താഴത്ത് ഇത് എക്സിറ്റ് ചെയ്യത്തില്ല. കാരണം ഇത്രയും വലിയൊരു ഡൗൺ മൂവ് വന്നതിന് ശേഷം ഈ ഒരു ഷാർപ്പ് റിക്കവറി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, പോസിബിൾ അല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ FIAs ഒക്കെയാണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ അവരുടെ പൊസിഷൻസ് ഇന്നലത്തെ നഷ്ടം അവർ ഇന്ന് നികത്തും. അത് ഇരട്ടിയായിട്ട് ഇന്ന് അവർ നികത്തും. ഒന്ന് നോക്കിയാൽ പ്രീവിയസ് ഡേ ക്ലോസിങ് വരെ കവർ ചെയ്തു. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിളാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പി സൈഡിൽ തന്നെ ട്രേഡ് എടുക്കാവുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വലിയ ക്യാൻഡിൽസ് ഫോം ചെയ്യുമ്പം നമ്മുടെ SLും അതേപോലെ ഭയങ്കര വലിയ SL കൊടുക്കണം, എന്നാലേ നമുക്ക് മാർക്കറ്റിൽ പോയിൻറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചെറിയ പോയിൻറ്റ് ബുക്ക് ചെയ്യണ പോലെ വലിയ SL കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ റിസ്ക് ടു റിവാർഡ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മാച്ചായി പോവില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്യാൻഡിൽസ് ഇവൻ ഡേയിലൊക്കെ നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുക. അത് നോർമലി ഇപ്പം നിഫ്റ്റിയുടെ വലിയ ക്യാൻഡിലൊക്കെ നമ്മൾ മേ ബി 20 പോയിൻറ്റ് 30 പോയിൻ്റൊക്കെ ആയിരിക്കും ഒരുമാതിരി വലിയ ക്യാൻഡിൽ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, 100 പോയിൻ്റുള്ള ക്യാൻഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനത്തെ ക്യാൻഡിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ SLും അതേപോലെ ഭയങ്കര വലിയ ഈ 100 പോയിൻറ്റിന് നമ്മൾ SL കൊടുക്കണ്ടേ? അത് നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ. നമ്മൾ 10 പോയിൻറ്റും 20 പോയിൻ്റൊക്കെയാണ് മാക്സിമം SL കൊടുക്കേണ്ടത്. നമ്മൾ പ്രിപ്പയർഡ് ഉള്ളൂ. നമ്മൾ സ്കാൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ മുകളിൽ വലിയ SL കൊടുത്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ലോസ് വരും, ഭയങ്കര ലോസ് വരും. അത് റിക്കവർ ചെയ്യാണ്ട് ഭയങ്കര പ്രയാസമായിട്ട് മാറും. ഞാൻ ഇന്ന് ഫിൻനിഫ്റ്റിയും കൂടെ ഫിൻനിഫ്റ്റി ചാർട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. കാരണം ഫിൻനിഫ്റ്റി ഇന്ന് ക്ലോസിംഗ് ആണല്ലോ, എക്സ്പയറി ഡേ ആണല്ലോ. അപ്പോൾ എക്സ്പയറി ഡേയിൽ ഗ്യാപ്പ് ഡൗൺ ആയി ഇങ്ങനെ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും പൊസിഷൻസ് എക്സിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫിൻനിഫ്റ്റിയിൽ ഒരു ഡൗൺവേർഡ് ഒരു ട്രേഡ് കിട്ടുമെന്ന് നോക്കാം. ഫിന്നിലൊരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ നമുക്ക് എടുക്കാനായിട്ട് നോക്കാം. ഫിന്നിലൊരു എടുക്കാൻ ചാൻസ് കിട്ടുന്നില്ല, കണ്ടിന്യൂസ് ഫോളാണ്. നിഫ്റ്റിയിലൊക്കെ അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് എവിടെയെങ്കിലുമൊക്കെ സസ്റ്റെയിൻ ചെയ്യണം, നമുക്കൊരു എൻട്രി എടുക്കാൻ പാകത്തിന്. നിഫ്റ്റിയിൽ അങ്ങനത്തെ ഒരു സാധ്യത പോലും കാണില്ല. അതായത് എന്താ പറയുക, വാട്ടർഫോൾ മാതിരി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് പ്രീമിയം. ഞാൻ അതിൽ നിഫ്റ്റിയിലൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡൗൺവേർഡ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എന്തായാലും ഇന്നും ഇന്നലെയൊക്കെ കുറച്ച് ക്വാണ്ടിറ്റീസ് എടുത്തിട്ടുള്ളൂ. നമ്മൾ എടുക്കുന്നതിൻ്റെ 1/4 ക്വാണ്ടിറ്റിയും വളരെ ചെറിയ ക്വാണ്ടിറ്റീസ് എടുത്തുള്ളൂ. കാരണം വെച്ചാൽ ഒന്ന് വിക്സ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ വിക്സ് ഭയങ്കര ഹൈ ആകുമ്പോൾ മാർക്കറ്റിൽ വോൾട്ടാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. വലിയ ഇവൻ്റ് ആണ്, വലിയ ക്യാൻഡിൽസ് ആയിരിക്കും ഫോം ആവുക. അപ്പം നമുക്ക് കിട്ടുകയാണെങ്കിൽ വലിയ പ്രോഫിറ്റ് കിട്ടും. അത് നോർമൽ ഡേയിൽ നമുക്ക് 10 രൂപ ബുക്ക് ചെയ്യുന്നവരെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ 20 രൂപ 30 രൂപ നമുക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെ ഫിൻനിഫ്റ്റിയിൽ ആ ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പൊസിഷൻ നമ്മൾ ആ പ്രോഫിറ്റ് നമ്മൾ കാണിച്ചു തരാം. അത് ഫസ്റ്റ് നിഫ്റ്റിയിലൊരു ട്രേഡ് എടുത്തു, ഫിൻനിഫ്റ്റിയിലൊരു ട്രേഡും എടുത്തു. ആ പൊസിഷൻസ് രണ്ടും നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 5,000 + 6,000 ഒക്കെ പ്രോഫിറ്റ് പോയതാണ്. നമ്മൾ പക്ഷേ ഒരു ക്ലോസ് ടു 5,000 നമ്മൾ ഇന്ന് ഡേ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇനി ഇന്നിനി വേറെ ട്രേഡുകളൊന്നും എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടൊരു പ്രോഫിറ്റ് നമ്മൾ എത്തി ഏകദേശം. അപ്പോൾ ഇനി നമ്മൾ മാർക്കറ്റിൽ വെറുതെ കൂടുതൽ നമ്മൾ ഓവർ ട്രേഡ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് നമ്മൾ കളയാതിരിക്കാൻ ശ്രമിക്കുക.
അഥവാ ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നും നാളെയൊക്കെ വളരെ ശ്രദ്ധിച്ച് വളരെ ചെറിയ ക്വാണ്ടിറ്റീസ് മാത്രം എടുത്ത് ട്രേഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.